നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പോഗ്ലൈസീമിയനെ കുറിച്ചിട്ടാണ്. അതൊരു അസുഖമല്ല, എന്നാൽ അതൊരു ലക്ഷണങ്ങളാണ് അതിൽ കാണിക്കുന്നത്. കൂടുതലായിട്ടും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനാണ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ ഡയബറ്റിക് അല്ലാത്തവർക്കും വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതിൻ്റെ രോഗലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയാം. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗർ ലെവൽ വളരെയധികം കുറയുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ബ്ലഡ് ഷുഗർ ലെവൽ ഒരു 70 മില്ലിഗ്രാമിനും താഴെയായിട്ട് ഡ്രോപ്പ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻസ് നടക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈസ് നടക്കാതെ വരും. അപ്പോൾ ബോഡിയിലെ ഫങ്ഷൻ, എല്ലാ പാർട്ടിലുള്ള എല്ലാ ഓർഗൻസിലെയും ഫങ്ഷനെ അത് ബാധിക്കും. അപ്പോൾ നമുക്കുണ്ടാവുന്ന കുറച്ച് രോഗലക്ഷണങ്ങളുണ്ട്. അത് വളരെയധികം സീരിയസ് കണ്ടീഷനിലോട്ട് പോവാൻ ചാൻസ് ഉള്ള ലക്ഷണങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് ഹൈപ്പോഗ്ലൈസീമിയ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറയാം. ഇപ്പോൾ നോർമൽ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഇൻസുലിൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഫുഡ് ഐറ്റംസ് കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് കോമൺലി കൂടുതലായിട്ടും ഹൈപ്പോഗ്ലൈസീമിക് ആവാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. ആവണമെന്നല്ല, ബട്ട് ചാൻസ് കൂടുതലും അങ്ങനെയാണ്. ഡയബറ്റിക് അല്ലാത്തവർക്ക് എങ്ങനെയാണ് ഇത് വരാൻ ചാൻസ് കൂടുതലെന്ന് വെച്ചാൽ, കറക്റ്റ് ആയിട്ടുള്ള മീൽസ് എടുക്കാണ്ടിരിക്കുക, മീൽസൊക്കെ സ്കിപ്പ് ചെയ്യുക, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ റിച്ച് ഫുഡ് ഐറ്റംസ് ഡയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻസ് എടുക്കുന്നവർക്കും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കിഡ്നി, ലിവർ ഡിസീസസ് ഉള്ളവർക്കും ഇത് വരാൻ ചാൻസ് കൂടുതലാണ്. ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസിനും ഇത് വരാൻ ചാൻസ് കൂടുതലാണ്. ഹൈപ്പോഗ്ലൈസമിക് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന സിംറ്റംസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, നമ്മുടെ കോൺഷ്യസ്നെസ് പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു വരും. അതുപോലെ കോൺസെൻട്രേഷൻ കുറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഒന്നുകിൽ ഇറഗുലർ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് നമ്മൾ യൂഷ്വലി സ്വെറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുക, ഭയങ്കര ഇറിറ്റബിൾ ആവുക, ഒത്തിരി വിശപ്പ്, ഹംഗ്രിനെസ് തോന്നിക്കും. പെട്ടെന്നൊരു ആൻസൈറ്റി, ഉത്കണ്ഠ പോലെ വരും. അങ്ങനത്തെ കൺഫ്യൂഷൻസ്, അങ്ങനെ കുറേ ഒരു ഇറഗുലർ ആയിട്ടുള്ള അബ്നോർമൽ നമുക്ക് സിംറ്റംസ് ആണ് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് കുറയാൻ സാധ്യതയുള്ളവർ റെഗുലർ ആയിട്ട് എന്തായാലും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻ റിച്ച് ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴായാലും ഫുഡ് ഐറ്റംസ് കയ്യിൽ കൊണ്ടുപോകുമ്പോൾ കൂടുതലും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പോലുള്ള ഡ്രിങ്ക്സ് കയ്യിൽ കരുതുന്നതും വളരെയധികം നല്ലതാണ്. മെയിനായിട്ട് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇങ്ങനെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയുന്നവർ കഴിക്കേണ്ടതെന്ന് ഞാനൊന്ന് പറയാം. ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള സ്റ്റേജ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, നമ്മൾ ഏതൊക്കെ ഡയറ്റാണ് കഴിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ, കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. കാരണം അത് കൂടുതലായിട്ടും ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, കാർബോഹൈഡ്രേറ്റ്. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ്, നമ്മുടെ ചോറ്, അതുപോലെ ബ്രെഡ്, സിറിയൽസ്, ഫ്രൂട്ട് ജ്യൂസ്, ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് അതെന്തായാലും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, പാല്, പഴം, അതുപോലെ ഫിഷ്, മീറ്റ്സ്, നട്ട്സ്, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതുപോലെ നമ്മൾ മീൽസിലൊക്കെ കഴിക്കുകയാണെങ്കിൽ എല്ലാ വെജിറ്റബിൾസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള മീൽസ് ആയിരിക്കണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് കണ്ടീഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയുന്നവരുണ്ടായിരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് 3 ലാർജ് മീൽസ്, രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നുള്ള മീൽസിന് പകരമായിട്ട് 5 to 6 മീൽസ് ഡെയിലി കഴിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കുറച്ചായിട്ട് ഫുഡ് ഐറ്റംസ് കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നുള്ള ബ്ലഡ് ഷുഗർ ലെവൽ ഡ്രോപ്പ് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മീൽസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, കറക്റ്റ് ടൈമിൽ ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒന്ന് ലിമിറ്റ് ചെയ്യുക. എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്തുനിന്നുള്ള പേസ്ട്രീസ്, ക്യാൻഡീസ്, സോഡാസ്, അതുപോലെയുള്ള കാർബോഹൈഡ്രേറ്റ് റിഫൈൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ കഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ്, കോഫി പോലുള്ളതൊന്നും അധികം കഴിക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലത്തുള്ള സിംറ്റംസ്, ഈ കണ്ടീഷൻ വരുമ്പോഴുള്ള സിംറ്റംസ് കൂടാനേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കോഫി പോലുള്ള ഫുഡ് ഐറ്റംസ് ഒന്ന് കുറയ്ക്കണം. ആൽക്കഹോളിക് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക. അതുപോലെ നല്ലൊരു ഡയറ്റ് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യണം. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിൽ അറിയിക്കണം. എങ്കിലേ എനിക്ക് പുതുതായിട്ട് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്